തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കൂടുവിട്ട് കൂടുമാറ്റം നടക്കുകയാണ്. ദശകങ്ങളായി ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് തമിഴ് മണ്ണിൽ വേരുറപ്പിച്ച DMK-യുടെ കോട്ടയിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. സഖ്യകക്ഷികൾ ഓരോന്നായി DMK ക്യാമ്പ് വിട്ട് തളപതി വിജയുടെ പാളയത്തിലേക്ക് ചേക്കേറുകയാണ്. അതെ, DMK കൂട് പൂർണ്ണമായും കാലിയാകുകയാണ്. കോൺഗ്രസും ഇടതുപക്ഷവും ഇതിനോടകം DMK കൈവിട്ട് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ് കൂടിയേ ഈ മുന്നണിയിൽ കാര്യമായി അവശേഷിക്കുന്നുള്ളൂ. അവരും വൈകാതെ കൂടുമാറുമോ എന്നാണ് രാഷ്ട്രീയ തമിഴകം ഉറ്റുനോക്കുന്നത്. മുസ്ലിം ലീഗിനുള്ള 2 MLA-മാരിൽ ഒരാൾ വിജയ്ക്കൊപ്പമുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അധികാരത്തിലേക്ക് നടന്നു കയറാൻ തളപതി വിജയ്ക്ക് മുന്നിൽ ഇനി കടമ്പകൾ ഏറെയില്ല എന്ന് സാരം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 108 സീറ്റുകളോടെ വിജയുടെ തമിഴക വെട്രിക്കഴകം മാറിയതോടെയാണ് DMK മുന്നണിയിൽ ചോർച്ച തുടങ്ങിയത്. 5 സീറ്റുകളുള്ള കോൺഗ്രസും 4 സീറ്റുകളുള്ള ഇടതുപക്ഷവും DMK സഖ്യം വിട്ട് വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജനവിധി വിജയ്ക്ക് അനുകൂലമാണെന്നും ഗവർണർ ഉപയോഗിച്ച് BJP അധികാരം പിടിക്കുന്നത് തടയാനുമാണ് ഈ തീരുമാനമെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന. VCK കൂടി പിന്തുണച്ചാൽ വിജയുടെ ഭൂരിപക്ഷം പൂർണ്ണമായും സുരക്ഷിതമാകും. എന്നാൽ ഉപമുഖ്യമന്ത്രി പദം തങ്ങളുടെ നേതാവ് തോൽ തിരുമാവളവന് വേണമെന്ന VCK-യുടെ ആവശ്യമാണ് ഇപ്പോൾ വിലപേശലായി നിൽക്കുന്നത്. മന്ത്രിസ്ഥാനത്തിനപ്പുറം ഒന്നും നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് TVK. അതേസമയം 2 സീറ്റുകളുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് DMK-ക്കൊപ്പം തുടരുമെന്ന് തൽക്കാലം അറിയിച്ചിട്ടുണ്ടെങ്കിലും DMK മുന്നണിയിലെ കൂട്ടപ്പലായനം ലീഗിന് മേലും വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ DMK വെറും 59 സീറ്റുകളിലേക്കും ADMK 47 സീറ്റുകളിലേക്കും ഒതുങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ രൂപീകരണം ഒരു സിനിമയെ വെല്ലുന്ന സസ്പെൻസിലേക്ക് നീങ്ങിയത്. നിലവിൽ 116 MLA-മാരുടെ ഒപ്പുകളുമായി വിജയ് ഗവർണർ ആർലൈക്കറിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118-ന് 2 പേരുടെ കുറവുള്ളതിനാൽ ഗവർണർ ഇതുവരെ വിജയിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. കുതിരക്കച്ചവടം ഭയന്ന് തമിഴ്നാട്ടിൽ ഇപ്പോൾ റിസോർട്ട് രാഷ്ട്രീയവും തകൃതിയായി നടക്കുകയാണ്. തങ്ങളുടെ MLA-മാരെ ആരും റാഞ്ചാതിരിക്കാൻ ADMK അവരെ പുതുച്ചേരിയിലെ ഒരു ആഡംബര റിസോർട്ടിലേക്ക് മാറ്റിയപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ 5 MLA-മാരെ ഹൈദരാബാദ് വഴി ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ അല്പം നാടകീയതയുമായി TTV ദിനകരനും രംഗത്തുണ്ട്. AMMK പാർട്ടിയുടെ ഏക MLA കാമരാജ് വിജയെ പിന്തുണച്ചു എന്ന തരത്തിൽ ഗവർണർക്ക് നൽകിയ കത്ത് വ്യാജമാണെന്ന് കാണിച്ച് ദിനകരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങളുടെ പിന്തുണ ADMK-ക്കാണെന്ന് ദിനകരൻ പറയുന്നു. എന്നാൽ ഈ ആരോപണം തള്ളിയ TVK MLA പിന്തുണ പ്രഖ്യാപിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് ദിനകരന്റെ വായടപ്പിച്ച് തൊലിയുരിച്ചു. ഇതിനെല്ലാം പുറമെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK-യെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഏഴിലരസി എന്ന സ്ത്രീ സുപ്രീം കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായി ഇരു ദ്രാവിഡ മുന്നണികൾ മാത്രം മാറി മാറി വാണിരുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ പൊളിച്ചെഴുത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. DMK-യുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ ഉൾപ്പെടെ അവരെ ഉപേക്ഷിച്ച് വിജയ് എന്ന പുതിയ രാഷ്ട്രീയ സൂപ്പർ സ്റ്റാറിന് പിന്നിൽ അണിനിരക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായകർക്ക് ഇനി കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും. കേവല ഭൂരിപക്ഷത്തിന്റെ കണക്കുകളിൽ ചെറിയൊരു അനിശ്ചിതത്വം ബാക്കിയുണ്ടെങ്കിലും തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആയിട്ടുള്ള ഫോർട്ട് സെന്റ് ജോർജിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തളപതി വിജയ് നടന്നെടുക്കുന്നു എന്നത് വ്യക്തമാണ്. കൂടൊഴിഞ്ഞ DMK ക്യാമ്പിൽ ഇനി അവശേഷിക്കുന്നവർ കൂടി എന്ന് പുതിയ താവളം തേടും എന്നത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്.